ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിൽ അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഏകദൈവ വിശ്വാസിയായ മോശയെക്കുറിച്ചാണ്. മോശയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും മോശ എന്ന വാക്കിന്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ പ്രധാനമായും പഠിക്കുമ്പോൾ അത് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന അർത്ഥമാണ് മോശ എന്ന വാക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത്. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു, അതുകൊണ്ടാണ് മോശ എന്ന പേര് അവന് വന്നതെന്നാണ് ദൈവവചനത്തിൽ നമ്മൾ സ്പഷ്ടമായി അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മോശ അമ്രാമിന്റെ മകനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ലേവ്യ ഗോത്രക്കാരനായിരുന്നു. ഇസ്രായേലിന്റെ നേതാവായിരുന്നു. അതായത് ന്യായപ്രമാണം അവൻ മുഖാന്തരം, അതായത് മോശ മുഖാന്തരം വന്നു എന്ന് അവനെക്കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 2-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 2-10 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 2-10. അതായത് 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുന്നു. 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: പൈതൽ വളർന്ന ശേഷം അവൾ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. അപ്പൊ ഇവിടെ നിന്നാണ് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന പേര് ഇട്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മോശ സൗന്ദര്യമുള്ളവനായിരുന്നു എന്നുള്ളതാണ് മോശയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യമുള്ളവനാണെന്ന് പറയുമ്പോൾ എല്ലാവരും അവന് ശ്രദ്ധിക്കും. പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പ്രവൃത്തികളുടെ പുസ്തകം 7:20, 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ കാണുന്ന എങ്ങനെയാണ്: അക്കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തന്റെ മകനായി വളർത്തി എന്ന് പ്രവൃത്തികളുടെ പുസ്തകം 7:20 വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ പൈതൽ ദിവ്യസുന്ദരനായിരുന്നു എന്നാണ് മോശയെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എബ്രായർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എബ്രായർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 23-ാമത്തെ വാക്യത്തിൽ: വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവന് 3 മാസം ഒളിപ്പിച്ചു വെച്ചു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ മോശ സുന്ദരനായിരുന്നു എന്നാണ് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്.
അല്ലെ? അപ്പൊ പുരാതന കാലത്തുണ്ടായിരുന്ന ആ ഒരു മഹത് വ്യക്തിയുടെ ചരിത്രം നമ്മളിവിടെ പഠിക്കുകയാണ്. ആ വ്യക്തിയുടെ പേരെന്താണ്? മോശ എന്നാണ്. ആ പേര് ഏതാണ്ട് 800 പ്രാവശ്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ആദ്യ 5 പുസ്തകങ്ങൾ മോശ എഴുതിയതാണെന്ന് യഹൂദന്മാര് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വിശ്വാസത്തിന് ബോധപൂർവമായ തെളിവുകൾ ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ആവർത്തന പുസ്തകം 31:9 വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 31:9 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. അനന്തരം മോശെ ഈ ന്യായപ്രമാണം എഴുതി യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും ഇസ്രായേലിന്റെ എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ച് മോശെ അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, അപ്പോ മോശ ന്യായപ്രമാണം എഴുതി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ മോശ ഏകദൈവ വിശ്വാസിയായിരുന്നു. മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലേ? 22 ആവർത്തന പുസ്തകം 31-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 31:22 നമ്മൾ വായിക്കുമ്പം അവിടെ ഇങ്ങനെ കാണുന്നു. 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആകയാൽ മോശെ അന്ന് തന്നെ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു. അപ്പോ അവിടെ എല്ലാം മോശ ഒരു മോശയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ്? മോശ ഒരു ചരിത്ര പുരുഷനാണെന്നും അതുപോലെ തന്നെ മോശ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ചും ഒക്കെ തെളിവുകൾ അവിടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 19-ഉം 26-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 19-ഉം 26-ഉം വായിക്കുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 19-ഉം 26-ഉം നമ്മൾ വായിക്കുമ്പം, 19-ഉം 26-ഉം നമ്മൾ വായിക്കുമ്പം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗുരു, ഒരുത്തന്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു, ഭാര്യ ശേഷിച്ചാൽ ആ ഭാര്യയെ അവന്റെ സഹോദരൻ പരിഗ്രഹിച്ച് തന്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണം എന്ന് മോശ എഴുതിയിരിക്കുന്നു. 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് യേശു എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലിൽ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അപ്പോ ഏക കർത്താവ്. അപ്പൊ മോശ ഇതൊക്കെയും ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും ഇസ്രായേൽ ജനത്തിന് അറിയാം. മോശയോട് ദൈവം മോശയാണ് ഇസ്രായേൽ ജനത്തെ ദൈവം ഏകനാണെന്ന് പഠിപ്പിച്ചത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പം അവിടെ കാണുന്നുണ്ട് ദൈവം ഏകനാണ് എന്ന്. അവിടെ മോശ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ആവർത്തന പുസ്തകം 6:4, ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് മോശ ഇസ്രായേൽ ജനത്തെ പറഞ്ഞു പഠിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇന്നത്തെ തൃപ്തക്കാർ പഠിപ്പിക്കുന്നത് പോലെ ദൈവം ത്രിയേകനാണോ? അല്ല, അങ്ങനെയല്ല. മോശ ഒരിക്കലും തന്റെ ജനത്തെ പഠിപ്പിച്ചിട്ടില്ല. മോശ ഒരിക്കലും പഠിപ്പിക്കാത്ത കാര്യമാണ് ഇന്നത്തെ പല കള്ളമോശമാരും പഠിപ്പിക്കുന്നു. എന്താണ്? ദൈവം ത്രിയേകനാണ്. പക്ഷെ ദൈവത്തിന്റെ ഭക്തനായ അല്ലെങ്കിൽ ദൈവം നിയോഗിച്ച മോശ പഠിപ്പിച്ചത് എന്താണ്? ദൈവം ഏകനാണെന്നാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോ നമ്മളുടെ പുറപ്പാട് പുസ്തകത്തിൽ മോശയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മോശയെ കുറിച്ച് പറയുന്നത് എന്താണ്? മോശ എഴുതിയെന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു. അപ്പോ
ഇതെല്ലാം എഴുതിയപ്പോൾ ദൈവം ഏകനാണെന്ന് കൂടി മോശ എഴുതിയിട്ടുണ്ട്. അക്കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. മോശ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ത്രിയേകനാണെന്നോ ദൈവത്തിൽ മറ്റൊരു വ്യക്തിയുണ്ടെന്നോ അല്ലെങ്കിൽ 3 പേർ കൂടിയതാണ് ദൈവമെന്നോ മോശ ഒരിടത്തും എഴുതിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ചില പണ്ഡിതന്മാർ അതിനെ വളച്ചൊടിച്ച് എന്തു ചെയ്യുന്നു, ആ 3 പേരാണെന്നും 3 വ്യക്തിത്വങ്ങൾ ഉൾപ്പെടുന്ന ദൈവമാണെന്നും അല്ലെങ്കിൽ 3 ദൈവങ്ങളാണെന്നും ഒക്കെ ഇന്നത്തെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അന്നത്തെ വലിയ പണ്ഡിതനായ മോശ ഇസ്രായേൽ ജനത്തെ എന്താണ് പഠിപ്പിച്ചത്? ദൈവം ഏകനാണെന്നാണ് പറഞ്ഞത്, അല്ലേ? മറ്റൊരുത്തനില്ല എന്നുള്ള കാര്യവും വളരെ വ്യക്തമായിട്ട് മോശ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്ന കാഴ്ചയും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24:27 നമ്മൾ വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 24:27 നമ്മൾ വായിക്കുമ്പോൾ 27-ാമത്തെ വാക്യത്തിൽ മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ യേശുക്രിസ്തു വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. തന്നെ കുറിച്ചാണ് മോശ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ യേശുക്രിസ്തു അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ മോശയിലേക്ക് നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 45-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഫിലിപ്പോസേ നഥാനിയേലിനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടിരിക്കുന്നു. കണ്ടോ, അവിടെ എഴുതിയിരിക്കുകയാണ്, വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. മോശ, അല്ലെ, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടിരിക്കുന്നു. ആരാണ്? യേശുക്രിസ്തു, അല്ലെ? ദൈവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ആരാണ്? മോശയും പ്രവാചകന്മാരുമാണ് ദൈവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. നഥാനിയേലിനോട് പറയുന്ന ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടപ്പോ അവനോട് പറയുകയാണ്, മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടിരിക്കുന്നു. ആരാ എഴുതിയിരിക്കുന്നത്? മോശയാണ് എഴുതിയിരിക്കുന്നത്. പ്രവാചകന്മാർ എഴുതി. എന്താ മോശ എഴുതിയത്? ദൈവം ഏകനാണ്, ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവം ഏകനാണ്, ഏകനായ ദൈവം ഇതാ ജഡത്തിൽ വെളിപ്പെട്ട് ഭൂമിയിൽ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഫിലിപ്പോസ് നഥാനിയേലിനോട് പറയുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇസ്രായേൽ ജനത്തെ മോശ എന്താണ് പഠിപ്പിച്ചത്? ദൈവം ഏകനാണ് എന്നുള്ള കാര്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കാലങ്ങളിൽ നമ്മൾ തെറ്റിപ്പോകരുത്. നമുക്ക് ഏക ദൈവമേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങള് നമ്മൾ പ്രധാനമായിട്ടും വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. നിങ്ങൾ മോശയെ വിശ്വസിച്ചെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? യേശു കർത്താവ് പറയുകയാണ്, അല്ലെ, മോശ പഠിപ്പിച്ചത് ആരെയാണ്? ഏക ദൈവത്തെ കുറിച്ചാണ് മോശ പഠിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ മോശ പറഞ്ഞ കാര്യത്തിൽ നിന്നും ആ മോശ പറഞ്ഞൊക്കെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഈ കണ്ട യേശു ക്രിസ്തുവിനെ, അല്ലെ,
എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ ആര് യഹൂദ ജനം വിശ്വസിച്ചേനമായിരുന്നു. അപ്പൊ മോശ പറയുന്ന ഒന്നും അവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നവരായിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ അവര് വിശ്വസിക്കുമായിരുന്നു എന്നാണ് ആർക്ക് പറയുവാനുള്ള യേശു ക്രിസ്തുവിന് പറയുവാനുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോ അടുത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ 2 കൊരിന്ത്യർ 3:15 നമ്മൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 3:15 നമ്മൾ കാണുന്നു. 2 കൊരിന്ത്യർ 3:15 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 15 വാക്യത്തിൽ മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. അല്ലെ, അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുകയാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. അല്ലെ, ദൈവത്തെ ഒരു നാളും കാണാൻ കഴിയത്തില്ലായിരുന്നു. അവൻ നമ്മുടെ ഇടയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നപ്പോൾ അവനെ കണ്ടു. അതാണ് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, അവൻ മനുഷ്യനായി ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ എന്താണ്, അവനെ കണ്ടു. ആ മൂടുപടം മാറിപ്പോയി എന്നവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശയോട് പറഞ്ഞു, നീ എന്നെ ജീവനോടെ കണ്ടു കഴിഞ്ഞാൽ മരിച്ചു പോകും. അതുകൊണ്ടാണ് ദൈവത്തെ അവൻ നേരെ മോശയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. മോശയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു ദൈവത്തെ നേർക്ക് കാണണമെന്ന്, പക്ഷെ കാണാൻ ഒത്തില്ല. ദൈവം പറഞ്ഞെന്താണ്, നേരെ നീ എന്നെ കണ്ടു കഴിഞ്ഞാൽ നീ മരിച്ചു പോകും. അപ്പോ അങ്ങനെ ഒരു ദൈവം എന്ത് ചെയ്തു, ഒരു ജഡത്തിൽ വെളിപ്പെട്ടു, നമ്മുടെ മുമ്പിൽ ജഡത്തിൽ വെളിപ്പെട്ടു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്ന അവിടെ ഈ പറയുന്ന മൂടുപടം അതായിരുന്നു. വെളിപ്പെട്ടു, നമ്മുടെ മുമ്പിൽ അവൻ മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, മോശ ഒരു ഏകദൈവ വിശ്വാസിയായിരുന്നു. അതുപോലെ തന്നെ മോശയുടെ നിയമപുസ്തകം, ഈ പുസ്തകങ്ങളെല്ലാം എന്താണ്, മോശയുടെ നിയമപുസ്തകം എന്നറിയപ്പെടുന്നു പല പുസ്തകങ്ങളും എന്നുള്ളതാണ്. ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം, ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്താണ്, അവന് നിയമപുസ്തകങ്ങൾ ദൈവം അവനെ കൊണ്ട് എഴുതിച്ച, അല്ലെങ്കിൽ ദൈവം ഇസ്രായേൽ ജനത്തിനെ എന്താണ് തന്റെ മക്കളാക്കി തീർക്കുവാൻ, അല്ലെങ്കിൽ തന്റെ മക്കളാക്കി ഒരുക്കിയെടുക്കുവാൻ മോശയെ കൊണ്ട് എഴുതിച്ച പുസ്തകങ്ങളാണ് ഇവയൊക്കെയും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ മോശ ബൈബിൾ അല്ലെങ്കിൽ ദൈവവചനം ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ ദൈവ നിയമത്തിന്റെ പ്രതിനിധിയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2:22 വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 2:22 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. കടിഞ്ഞൂലുകളായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ. അപ്പൊ ദൈവത്തിന്റെ നിയമങ്ങളൊക്കെയും മോശയെ കൊണ്ട് കർത്താവ് തന്നെ എഴുതിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതാണ് ദൈവ നിയമത്തിന്റെ ഒരു പ്രതിനിധി എന്ന് അവനെ വിളിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16:29 നമ്മൾ വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 16:29 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, 29ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ വളരെ വ്യക്തമായിട്ട് മോശ ഒരു നിയമം, അതായത് പ്രതിനിധിയായി നിന്നുകൊണ്ട് നിയമങ്ങൾ ഇസ്രായേൽ ജനത്തിന് കൊടുത്തു. ദൈവത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് കൊടുത്ത കാര്യമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് മോശയെ കുറിച്ച്.
യോഹന്നാന്റെ സുവിശേഷം 1:17 നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1:17 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൃപയും സത്യവും ആര് മുഖാന്തരം വന്നു? നമ്മുടെ യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശ മുഖാന്തരം എന്ത് വന്നു? ന്യായപ്രമാണം വന്നു എന്നുള്ള കാര്യമാണ് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അല്ലേ? നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രവൃത്തികളുടെ പുസ്തകം 28-23 നമ്മൾ വായിക്കുമ്പോൾ, പ്രവൃത്തികൾ 28-23 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്ന് അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറയുന്നു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അല്ലേ? അപ്പൊ മോശയുടെ ന്യായപ്രമാണവും പ്രവചന പുസ്തകവും പഴയ നിയമവും ഒക്കെ എന്താണ്? അവർ പറയുന്ന രീതി എന്താണ്? സത്യം വിശദീകരിക്കുന്ന പൗലോസിന്റെ രീതി നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദൈവീയ വെളിപ്പാടിനെ തിരുവചന വെളിച്ചത്തില് പൗലോസ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ഭാഗങ്ങളിലൊക്കെ താൻ പറയുന്ന സത്യമാണെന്നും യുക്തിസഹമാണെന്നും പൂർണ്ണമായ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും പൗലോസ് അവരെ പഠിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. അപ്പൊ മോശയ്ക്ക് അത്രയധികം പ്രാധാന്യം, അല്ലെങ്കിൽ ഒരു പ്രതിനിധിയായിട്ടാണ് ആരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു? മോശയെ പഴയ നിയമത്തില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലേ? മോശ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വലിച്ചെടുക്കപ്പെട്ട എന്നുള്ളതാണ്. അത് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടു എന്ന് അതുകൊണ്ട് അവന് മോശ എന്ന പേര് ഇടണം. അല്ലെ? പുറപ്പാട് പുസ്തകം 2:10 വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പൊ മോശ അതീവ സുന്ദരനായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ മോശയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുമ്പോൾ, അവൻ ആരായിരുന്നു? ലേവ്യ ഗോത്രക്കാരനായിരുന്നു. ന്യായപ്രമാണം അവൻ മുഖാന്തരം വന്നു എന്നും ദൈവവചനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 3-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-11 നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-11 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നെത്തുമ്പോൾ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-11 നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറയുന്നു. 11-ാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും അല്ലേ? 11-ാമത്തെ വാക്യത്തിൽ പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ 3-ാം അധ്യായത്തിൽ ദൈവം മോശയെ വിളിക്കുകയാണ്. എന്തിനാണ്? പ്രതിനിധിയാക്കുവാൻ, ന്യായപ്രമാണം കൊടുത്ത് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ താൻ വിളിക്കുന്ന രംഗമാണ് അവിടെ കാണുന്നത്. അപ്പൊ ഇസ്രായേൽ ജനം ആ സമയങ്ങളിൽ ഫറവോൻ എന്ന രാജാവിന്റെ അടിമത്തത്തിന്റെ കീഴിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ദൈവം ആദ്യമായിട്ട് മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്.
അല്ലേ? കാരണം അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവവചനത്തിൽ സംസാരിച്ചതുപോലെ മോശയ്ക്കും ദൈവം വെളിപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ മോശയിൽ ദൈവം ഒരു നിയോഗം ദൈവം നേരത്തെ തന്നെ നിയമിച്ചിരുന്നു എന്നുള്ളതാണ്. ആ നിയമത്തിൻ പ്രകാരമാണ് മോശ അവയെല്ലാം മോശയെ ദൈവം തെരഞ്ഞെടുത്തു, അതിനു വേണ്ടി വിളിച്ചപ്പോൾ തന്നെ എങ്ങനെയാണ്? ആദ്യം തന്നെ മുൾപടർപ്പ്, വെന്തു പോകാതിരിക്കുന്ന വലിയ കാഴ്ച, അല്ലേ? മുൾപടർപ്പ്. മർക്കോസിന്റെ സുവിശേഷം 12:26 നമ്മൾ വായിക്കുമ്പോ, മർക്കോസിന്റെ സുവിശേഷം 12:26 വരുമ്പോ 26 വാക്യത്തിൽ, എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപടർപ്പ് ഭാഗത്ത് ദൈവം അവനോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ? അല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപടർപ്പ് ഭാഗത്ത് എന്താണ്? മുൾപടർപ്പ് ഭാഗത്ത് ദൈവം അവനോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ? അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്ര. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പൊ മോശയുടെ മുൾപടർപ്പിനെ കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രവർത്തികളുടെ പുസ്തകം 7:30 നമ്മൾ വരുമ്പോൾ, പ്രവർത്തികളുടെ പുസ്തകം 7:30 നമ്മൾ വായിക്കുന്നു. 7-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 30-ാമത്തെ വാക്യത്തിൽ, 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായി മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ മോശയെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ദൈവം അവനെ വിളിച്ചത്. നിന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിങ്ങളെയും ദൈവം വിളിക്കും. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതിയും ഒരു തിരഞ്ഞെടുപ്പും ഉണ്ടെങ്കിൽ അവൻ തീർച്ചയായും നിങ്ങളെ അവൻ വിളിക്കുക തന്നെ ചെയ്യും. മോശയെ തക്ക സമയത്ത് ദൈവം വിളിച്ചു എന്നുള്ളതാണ് മുൾപടർപ്പിൽ വെച്ച് നമ്മൾ കാണുവാനായിട്ട്, അല്ലെങ്കിൽ മുൾപടർപ്പിനിടയിൽ, അല്ലെ, അത് മുൾപടർപ്പ് ബന്ധു പോകാതിരിക്കുന്ന വലിയ കാഴ്ച എന്തൊന്നും ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറയുന്ന കാഴ്ചയും 10-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നീ വരിക, ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഫറവോന്റെ അടുക്കൽ എന്തിനാണ് അയക്കുന്നത്? മിസ്രയീം ജനത്തെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കേണ്ട പദ്ധതി, ഒരു നായകനായി മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന്റെ പ്രതിനിധിയായി മോശയെ അയക്കുന്ന കാഴ്ചയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മോശ ഇതിനു മുമ്പ് ദൈവത്തെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് വെളിപ്പെടുത്തുമ്പോൾ താൻ എന്താണെന്നാണ് പറഞ്ഞത്? താൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഇസ്ഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്. കാരണം അവന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അല്ലേ? അവന്റെ പിതാക്കന്മാരുടെ ദൈവം. അപ്പൊ പിതാക്കന്മാരുടെ ദൈവം എന്തുകൊണ്ടാണ് പിതാക്കന്മാരെ മറന്നില്ല? ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അബ്രഹാമിനെ ദൈവം ഓർക്കുന്നു. എന്തുകൊണ്ടാണ് ഓർക്കുന്നത്? അവൻ പറയുന്നത് കേട്ടു, അല്ലേ? ദേശം, ഞാൻ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പോയി. ആ ദേശത്തേക്ക് പോകുവാൻ താൻ തയ്യാറായിരുന്നു. വീട്ടുകാരെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് താൻ എന്ത് ചെയ്തു? ദൈവം പറയുന്നത് കേട്ടുകൊണ്ട് താൻ കാണാനുള്ള ദേശത്തേക്ക്, അല്ലേ, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് താൻ പോകുവാൻ തയ്യാറായി. കനാൻ ദേശത്തേക്ക്, താൻ പറഞ്ഞ ദേശത്തേക്ക് താൻ പോകുവാൻ തയ്യാറായപ്പോൾ തന്നെ അനുഗ്രഹിച്ച ദൈവം ഇവിടെ
തൻ്റെ കൊച്ചുമകനായ, അല്ലെ, എത്രയോ തലമുറകൾക്ക് ശേഷം മോശ വരികയാണ്. എത്രയോ തലമുറകൾക്ക് ശേഷം, അല്ലെ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ, തലമുറ ഇങ്ങോട്ട് കഴിഞ്ഞു വരുമ്പോൾ മോശയുടെ പേര് അവിടെ വരികയാണ്. ദൈവം കണ്ടിരിക്കുന്നു ഈ ലേവ്യ ഗോത്രക്കാരനെ, അല്ലേ. അല്ലെ, നമ്മൾ ആദ്യം തന്നെ പഠിച്ചതെന്താണ്? അവൻ ഏത് ഗോത്രക്കാരനായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. അവൻ ലേവ്യ ഗോത്രക്കാരനായിരുന്നു എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇനി നമ്മൾ ആവർത്തന പുസ്തകം 12-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, ആവർത്തന പുസ്തകം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 21-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുകയാണ്, അനന്തരം മോശെ ഇസ്രായേൽ മൂപ്പന്മാരെയൊക്കെ വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഒത്തവണ്ണം ഓരോ ആട്ടുകുട്ടിയെ തെരഞ്ഞെടുത്ത് പെസഹ അറുപ്പീൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ മോശയെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു? അവൻ നായകനായിരുന്നു. അവനെ ദൈവം നായകനാക്കുവാൻ, ഇസ്രായേലിന് നായകനായി ഇസ്രായേലിനെ നയിക്കുവാൻ ദൈവം കണ്ടെത്തിയ പാത്രമായിരുന്നു അവൻ. കാരണം എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങളെക്കുറിച്ചൊക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ അവന് വേണ്ടി ഒരു പാനപാത്രമാകുവാൻ ദൈവം നിങ്ങളെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനു വേണ്ടിയാണ് ദൈവം ഒരുക്കി നിർത്തിയത്. ദൈവം അതിനു വേണ്ടിയാണ് മോശയെ അതിനു വേണ്ടിയാണ് തെരഞ്ഞെടുത്തത്. ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാനായി മോശയെ ദൈവം നിയോഗിതനാക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 14-21 നമ്മൾ വായിക്കുമ്പോ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ, 14-21 ഞാൻ വായിക്കുകയാണ്. 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, മോശ കടലിൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻകാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി, അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ മോശയെ കൊണ്ട് ദൈവം തന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പല പല അത്ഭുതങ്ങൾ, അല്ലെ, ചെങ്കടലിനെ വിഭാഗിക്കുന്നത് മുതലുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ തന്നിലൂടെ ദൈവം ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നായി അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ദൈവം അതുപോലെ മോശയോട് കൂടെ ഇരുന്നു, അല്ലെ. മോശയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ അങ്ങനെയാണ്. മോശ പലപ്പോഴും ക്ഷമയുള്ളവനായിരുന്നു എങ്കിലും, പക്ഷെ പലപ്പോഴും തനിക്ക് ദേഷ്യം വന്ന ഭാഗങ്ങൾ വരെയും അതിനകത്ത് കാണുന്നുണ്ട്. ദേഷ്യപ്പെടുത്തുന്ന ഒരു ഇസ്രായേൽ ജനത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. മോശ അതുപോലെ പക്ഷെ മോശയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷമയുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല എന്നാണ് മോശയുടെ ആദ്യകാലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മോശയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ എന്താണ്? ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ പ്രതിനിധിയായി മോശ നിൽക്കുന്നു എന്നുള്ളതാണ് മോശയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ. പുറപ്പാട് പുസ്തകം 19-20 നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു, അല്ലേ. അപ്പൊ മോശയെ ഈ ദൈവം സീനായി പർവ്വതത്തിലേക്ക് വിളിക്കുമായിരുന്നു.
എന്തിനാണ്? അതിന്റെ അടുത്ത വാക്യങ്ങളിലൊക്കെ പറയുന്നു, നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന യഹോവ മോശയോട് കൽപ്പിച്ചെന്ന് ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവരിൽ പലരും നശിച്ചു പോകാതിരിപ്പാൻ നീ ഇറങ്ങി ചെന്ന് അവരോട് അമർച്ചയായി കൽപ്പിക്കുക. അപ്പൊ മോശയെ സംബന്ധിച്ചിടത്തോളം ജനത്തെ നയിക്കുവാനുള്ള ഐഡിയോളജി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തന്നെയായിരുന്നു പകർന്നു കൊടുക്കുന്നത്. അപ്പൊ ആ ഐഡിയോളജി, അതായത് ഒരു വലിയ ജനത്തെ നയിക്കണമെങ്കിൽ, പക്ഷെ മോശയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവനൊരു വിക്കനാണ്. അത് നമ്മൾ പഠിക്കുമ്പോൾ അവന് വിക്കനാണ്. പലപ്പോഴും അവന് എന്താണ് പറയുക, അവനെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് മോശ. അങ്ങനെയുള്ള മോശയെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മോശയെ കുറിച്ച് കാണാൻ കഴിയുന്നു. വളരെ ബലഹീനതയുള്ള മോശ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക്, അല്ലെ, ഒരു സൂപ്പർ നാച്ചുറൽ പോലെയുള്ള വലിയ കാര്യങ്ങൾ മോശയെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലയിടത്തും പല സ്ഥലങ്ങളിലും അത് ചെയ്യുന്നു എന്നുള്ളതാണ് മോശയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ദൈവം എപ്പോഴും മോശയെ വിളിക്കുമായിരുന്നു. സീനായി പർവ്വതത്തിൽ വിളിച്ച് തനിക്ക് പറയുവാനുള്ള കാര്യങ്ങളൊക്കെയും താൻ അവരെ പഠിപ്പിക്കുകയും, അതുപോലെ തന്നെ അല്ലെ ഇത് കൊടുക്കുമ്പോൾ 10 കൽപ്പനകളൊക്കെ കൊടുക്കുമ്പോഴും ഒക്കെയും ദൈവം മോശയെ വിളിച്ച് അത് പറഞ്ഞു കൊടുക്കേണ്ട രീതികളെല്ലാം തന്നെ അവനെ പറഞ്ഞു മനസ്സിലാക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു ദൈവം, അല്ലേ? കാരണം മറ്റൊരാളെ ദൈവം കാണുന്നില്ല. അഹ്റോനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും മോശയ്ക്ക് അഹ്റോനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്താണ്, ദൈവത്തിന് മോശയാണ് താല്പര്യം എന്നുള്ളത്. നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ ദൈവം നിവർത്തിക്കും എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ സൂക്ഷ്മമായ കാര്യം എന്ന് പറയുന്നത്. ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ പൂർത്തീകരിക്കും. എന്താണെങ്കിലും നിങ്ങൾ ഏത് പ്രതിസന്ധികളിലൂടെയാണെങ്കിലും ഏത് പ്രതികൂലങ്ങളിലൂടെയും കടന്നു പോകുന്നെങ്കിലും അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി ദൈവം മോശയ്ക്ക് കൊടുത്തതുപോലെ നിങ്ങളോട് കൂടെയിരുന്ന് ദൈവം നിവർത്തിക്കുമെന്നുള്ളതാണ്. മോശയോട് കൂടെയിരുന്ന ദൈവം ഓരോ അണുവിണ പോലും, ഓരോ സെക്കൻഡ് പോലും വിടാതെ ദൈവം അവനോട് കാര്യങ്ങൾ അരുളി ചെയ്യുമായിരുന്നു എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത്രയും വലിയൊരു ജനതയെ നയിക്കണം, അത് വളരെ എളുപ്പമുള്ള കാര്യമല്ല, വളരെ ഈസിയുള്ള കാര്യമല്ല. പല മനസ്സുള്ള ആൾക്കാർ, പല ചിന്താഗതിക്കാർ, ഇവരെയെല്ലാം നയിച്ചുകൊണ്ട് ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിക്കണമെങ്കിൽ അതൊരു എളുപ്പമുള്ള കാര്യമല്ല. മോശയുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെ, മോശയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെയും നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ പ്രതികൂലത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതിനെ മറികടക്കാൻ കഴിയുമോ എന്ന്. പക്ഷെ ദൈവത്തിനൊരു വാക്കേ ഉള്ളൂ, നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും. വിക്കനായ മോശയെ ഉപയോഗിച്ച ദൈവത്തിന് സകലവും കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾ എവിടെയാണോ തകർന്നിരിക്കുന്നത്, ദൈവം അവിടെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കാരണം ഏക ദൈവവിശ്വാസിയായ മോശ, അല്ലേ, മോശ അതാണ് പഠിപ്പിച്ചത്, ജനത്തെ അതാണ് പഠിപ്പിച്ചത്. കാരണം ഇസ്രായേലെ ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങളുടെ ദൈവം ആരാണ്? ഏകനായ ദൈവമാണ്, മറ്റൊരു ദൈവം നിങ്ങൾക്കില്ല എന്നവരെ പഠിപ്പിച്ചു. അത് അവർക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. മോശയുടെ പഠനങ്ങൾ, പഠിപ്പീരുകൾ. പക്ഷേ എങ്കിലും അവർക്ക് തെറ്റുകൾ സംഭവിച്ചു. എങ്കിലും അവർ 2-3 ദൈവങ്ങളെ ഒന്നും ആരാധിക്കുന്നവരായിരുന്നില്ല. 3 വ്യക്തികളുള്ള ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നില്ല. അവർ ഏക സത്യ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന മനുഷ്യരായിരുന്നു. അവരുടെ ദൈവത്തിന്റെ പ്രതിനിധിയായ മോശ അവരെ പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് അവർക്ക് മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിത്വത്തെ അവർക്ക് കാണാൻ കഴിയുകയില്ല. അവരുടെ ദൈവം ഏകനാണെന്ന് അവർ വിശ്വസിക്കുന്നതിന് കാരണം എന്താണ്?
ദൈവം അയച്ചിട്ടാ മോശ വന്നത്, അല്ലേ? ഇസ്രായേൽ ജനത്തെ വിട്ടിപ്പിക്കേണ്ടതിന് ഞാൻ നിന്നെ അയക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നിങ്ങളെയും ദൈവം ഒരുക്കുക തന്നെ ചെയ്യും. മോശയെ ഒരുക്കിയ ദൈവം നിങ്ങളെയും ഒരുക്കുവാൻ ശക്തനാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏത് കഠിന വേദനകളിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ വചനങ്ങളൊക്കെയും നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവം ഈ സമയത്തിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കണം കർത്താവേ. അതുപോലെ തന്നെ കർത്താവേ, ഞങ്ങള് ഈ അഡ്മിന്മാരായിട്ടുള്ള എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ കൂടെയിരിക്കണം, എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണമായ സൗഖ്യം വിടുതലും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും കിടന്നു പോകുന്നവരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെയിരിക്കണം. ദേശത്തെ അനുഗ്രഹിക്കണം, രാജ്യങ്ങളെ അനുഗ്രഹിക്കണം, സമാധാനം താഴ്ന്നറിയണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധിപ്പിച്ച് കിട്ടുന്ന സ്തോത്രം, മാനവും മഹത്വം അപ്പച്ചനെടുക്കണമില്ല യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ളതിൽ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, സ്തോത്രം.